റസിയ റസിയ ഓ സംശയിക്കേണ്ട ആളെയാണ് സുബേർ തന്നെ ടിക്ടോക്ക് സുബേർ. അല്ല അതൊക്കെ അറിയാലോ. നിങ്ങളെങ്ങനെ ഇങ്ങോട്ട് വന്ന്? എന്റെ ആരാധികമാർക്ക് സർപ്രൈസ് കൊടുക്കുക, അതാണ് സുബേറിന്റെ മെയിൻ പരിപാടി. എന്നാൽ എന്റെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ അതൊക്കെ ഞാൻ തേടി പിടിച്ചു വരും. എന്നെ അകത്തോട്ട് ക്ഷണിക്കുന്നില്ലേ? അല്ല ഇവിടെ നിക്കാം. എന്റെ വീട്ടിൽ ഇത്രയും വലിയൊരാള് വരുന്ന ആദ്യമായിട്ടാണ്. എല്ലാരും ഒന്ന് കണ്ടോട്ടെ. ഞാൻ വിളിക്കണ്ട, അതൊക്കെ ഭയങ്കര ശല്യമാവും. ഇപ്പം വന്നു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുക, കൂടെ ടിക്ടോക്ക് ചെയ്യാൻ പറയുക. അതൊക്കെ എന്തിനാ വെറുതെ? എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ. ഇപ്പൊ വിശ്വാസമായില്ലേ? ആ വിശ്വാസമായി വരുന്നേ. നമുക്ക് അകത്തോട്ടൊന്ന് സംസാരിച്ചാലോ? റൂമിനകത്ത്. അല്ല അകത്ത് എന്താണെന്ന് അറിയോ? കറണ്ട് ഇല്ല, ചൂടാണ്. കറണ്ട് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ടിക്ടോക്ക് എന്ന് പറയുന്നത് വലിയൊരു മഹാസാഗരമാണ്. ചിലവന്മാർ അതിൻ്റെ തീരത്ത് വന്ന് ചിലപ്പോൾ വലയിടും. അവർ ചില കണ്ണൻ ചാളയെ നെത്തോലിയൊക്കെ കിട്ടും. പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഈ സമുദ്രത്തിൻ്റെ അടുത്തട്ടിലോട്ട് ഇറങ്ങി ചെന്നിട്ട് വലിയ വലിയ സ്രാവുകളും തിമിംഗലവും ഒക്കെ പിടിക്കുന്ന വലിയൊരു ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? റസിയ എന്ന് പറഞ്ഞാൽ ഈ സമുദ്രത്തിൻ്റെ തീരത്ത് മറ്റേ പകച്ചു നിൽക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണ്. മനസ്സിലായില്ലേ? ആ ഒരു വ്യത്യാസമുണ്ട് നമ്മൾ. ഇതൊക്കെ പഠിക്കണമെന്നുണ്ട്. ഒരുപാട് ടിപ്സുകൾ എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് അകത്തിരുന്ന് സംസാരിച്ച് കുറച്ചുകൂടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിച്ച്. അല്ലാതെന്താണെന്നറിയോ? അകത്ത് ഇതിനുള്ള സൗകര്യം ഒന്നുമില്ല. ചെറിയ കുടിച്ചു മുറികളാണ്. നിങ്ങൾക്ക് ഡാൻസ് ഒക്കെ കളിച്ച് കാണിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് നല്ലത്. ഇവിടെ മതി. അല്ല നിങ്ങൾ പറയും, ഇത് എങ്ങനെയാണ് ചെയ്യണത്? ഞാൻ പറഞ്ഞുതരാം. സംഗീതമാണെങ്കിൽ നമ്മൾ സപ്തസ്വരങ്ങൾ പഠിക്കണം. നല്ലൊരു അഭിനേതാവാകണമെങ്കിൽ നമ്മൾ മുഖത്ത് നവരസങ്ങൾ വരുത്തണം. ടിക്ടോക്ക് സ്റ്റാർ ആവണമെങ്കിൽ നമ്മൾ കലയെ എങ്ങനെ വികലമാക്കാം എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. കോക്കിരി കാണിക്കുക, അല്ല വേറെ ഒന്നുമില്ല. അതെങ്ങനെയാണ് കാണിക്കണേ? ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്ന് പറയാം, ടിക്ടോക്കിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ട് സ്ലോ മോഷൻ വീഡിയോ ആണല്ലോ. നമ്മളിങ്ങനെ പതുക്കെ വന്നിട്ട് അത് സിമ്പിളാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും. മനസ്സിലായില്ലേ? ടിക്കറ്റ് നമ്മളൊരു ഒരു പാട്ട് സെലക്ട് ചെയ്യുക, കണ്ണാടി വയ്ക്കുക, ജസ്റ്റ് ഇതിൻ്റെ കാല് കൊണ്ട് ഇങ്ങനെ അല്ല ഇങ്ങനെ ആദ്യം വീഴും. എന്നിട്ട് പതുക്കെ ഇങ്ങനെ എണീറ്റിട്ട് വീണ്ടും ഇങ്ങനെ ഇതൊക്കെ തൊപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഇട്ടിട്ട്